ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലൂടെ എങ്ങനെ നമുക്ക് പണത്തെ ആകർഷിക്കാം എന്നതാണ്. ഈ ഒരു കാര്യത്തിന് ഒരു പണച്ചെലവും ഉള്ളതല്ല. എന്നാൽ വേണ്ടത് നിങ്ങളുടെ പൂർണ്ണമായ വിശ്വാസമാണ്. നമ്മളുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മളുടെ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം നടത്തിത്തരാൻ സന്നദ്ധമായ മനസ്സോടുകൂടി നിൽക്കുന്ന ഒരു പ്രപഞ്ചമാണ്. പക്ഷേ നമ്മൾ പ്രപഞ്ചത്തോട് നമ്മളുടെ ആവശ്യം എന്താണോ അത് പറഞ്ഞാൽ മാത്രമേ പ്രപഞ്ചം അത് സാധിച്ചു തരികയുള്ളൂ. പൂർണ്ണമായ വിശ്വാസത്തോടും പൂർണ്ണമായ ആഗ്രഹത്തോടും കൂടി നമ്മൾ എന്ത് പ്രപഞ്ചത്തോട് ആവശ്യപ്പെട്ടാലും പ്രപഞ്ചം അത് നടത്തിത്തരും. ഇതിനെ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഈ മെത്തേഡിലൂടെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ സാധിച്ചെടുക്കാം എന്ന് നോക്കാം. നിങ്ങൾ സ്വിച്ച് വേർഡുകളെ പറ്റിയും മാജിക് നമ്പേഴ്സിനെ പറ്റിയും കേട്ടിട്ടുണ്ടോ? വളരെ പവർഫുള്ളായ ചില വാക്കുകളാണ് സ്വിച്ച് വേർഡുകൾ അഥവാ മാജിക് നമ്പേഴ്സ്. ഓരോ മതത്തിൻ്റെ പ്രാർത്ഥനകളിലാണെങ്കിൽ പോലും ഇതുപോലെയുള്ള സ്വിച്ച് വേർഡുകൾ പ്രയോഗിക്കുന്നുണ്ട്. മൂലമന്ത്രങ്ങളായിട്ട് ഓം ഹ്രീം ഓം ക്ലീം എന്ന് പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകൾ പോലും ഇതുപോലെയുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുമായി കണക്ട് ചെയ്തിരിക്കുന്ന ചില വാക്കുകളാണ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു മാജിക് നമ്പറിനെ പറ്റിയാണ് പറയുന്നത്. ഈ നമ്പർ നിങ്ങളുടെ ഇടതു കൈയുടെ തള്ളവിരലിന് താഴെയായി ശുക്രമണ്ഡലത്തിലായി എഴുതുക. പച്ചമഷിയോ നീലമഷിയോ പേന ഉപയോഗിച്ച് എഴുതിയ ശേഷം 60 സെക്കൻഡ് നേരം നിങ്ങൾ ആ നമ്പറിലേക്ക് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ നമ്പറിലേക്ക് നോക്കുക. നമ്മൾ നമ്പറിലേക്ക് നോക്കുന്നതോടൊപ്പം തന്നെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം എന്താണോ ആ കാര്യം നടന്നു കിട്ടിയതായി നമ്മളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുക. പിന്നീട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാഞ്ഞു പൊക്കോട്ടെ, നമ്മളായിട്ട് മായ്ച്ചു കളയണ്ട. ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളിത് കുറേ ദിവസം അടുപ്പിച്ച് ചെയ്യുക. ഒരു 21 ദിവസമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില മിറാക്കിളുകൾ നമ്മളെ തേടിയെത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. എപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ചെറിയ മെത്തേഡ് ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ സങ്കടങ്ങൾ മാറാനും നിങ്ങളുടെ ദുരിതങ്ങൾ മാറാനും സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതിനും ഈ മെത്തേഡ് നിങ്ങളെ സഹായിക്കും. പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ഈ നമ്പർ ഇതുപോലെ എഴുതുക. തള്ളവിരലിന് താഴെയുള്ള ഈ ഭാഗത്തെ ശുക്രമണ്ഡലം എന്നാണ് പറയുന്നത്. എഴുതിയ ശേഷം എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ, എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തുക നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ആദ്യം ചെറിയ ചെറിയ തുകകൾ മാത്രമേ മാനിഫെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ വേണം മാനിഫെസ്റ്റ് ചെയ്യാൻ. നമ്മളുടെ ഉപബോധ മനസ്സും പ്രപഞ്ചവും തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാവുന്നത് വരെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ.